മാൻഡേറ്റ് വസ്തുവാണ്. അപ്പം എല്ലാവരും ഓർത്തത് RSSും BJPയും അവിടെ വരും, അവരുടെ മുദ്രാവാക്യം മുഴക്കിയേക്കാം, അത് കഴിഞ്ഞാൽ ഒരുപക്ഷെ പോലീസോ അധികൃതരോ അവരെ അറസ്റ്റ് ചെയ്തേക്കാം, ഒക്കെ ആയിരിക്കും ഉണ്ടാകാനിടകളെന്ന് ഓർത്തു. പക്ഷെ രാജ്യം കണ്ട കാഴ്ച ഭരണകൂടം നിശ്ചലമായിരുന്നു. അതിൻ്റെ എല്ലാ സംസ്ഥാനങ്ങളും നിശ്ചലമായിരുന്നു. പ്രധാനമന്ത്രി ഡൽഹിയിലുണ്ടായിരുന്നു. രാവിലെ 10:30 മണിക്ക് ആരംഭിച്ചതാണ് പള്ളി പൊളിക്കൽ. അത് പൂർത്തിയാക്കിയത് വൈകുന്നേരം 5:30 മണിക്കാണ്. ഏകദേശം 7 മണിക്കൂർ നേരം ആ പൊളിക്കൽ തുടർന്നു. അവിടെ ആ പള്ളി പൊളിച്ച സമയത്ത് RSS നയിക്കുന്ന സംഘപരിവാർ കൃത്യമായി വിളിച്ചു പറഞ്ഞത് മുദ്രാവാക്യമായിരുന്നു. ആ മുദ്രാവാക്യം ഇന്ത്യ മറക്കരുത്. ആ മുദ്രാവാക്യം പറഞ്ഞത് ഹം ഐസേ ബനായെങ്കിൽ ഹിന്ദു രാഷ്ട്ര എന്നായിരുന്നു. ഞങ്ങൾ ഇങ്ങനെയാണ് ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുന്നത്. എങ്ങനെ? ഇവിടുത്തെ ഈ മണ്ണിൽ പിറന്ന, ഇവിടെ ജീവിക്കുന്ന, ഇവിടെ തന്നെ ഭരിക്കേണ്ടുന്ന ഈ ഭാരതമാതാവിൻ്റെ മക്കളായ കോടാനുകോടി മുസ്ലിമുകളും അവരുടെ സമാന ചിന്തകതക്കാരുമായ കോടിക്കണക്കിന് മനുഷ്യർ ഒരു പള്ളി മാത്രമായിട്ടല്ല, ഇന്ത്യൻ മതനിരപേക്ഷതയുടെ പ്രതീകമായി കരുതപ്പെട്ടു പോന്ന ഒരു പള്ളി തകർന്നു വരുമ്പോഴാണ് മുദ്രാവാക്യം മുഴങ്ങിയത്. ആ പള്ളി തകർത്തവർക്ക് ലക്ഷ്യം വ്യക്തമായിരുന്നു. അതാണ് ഒരു മറയും കൂടാതെ RSS അന്ന് വ്യക്തി പറഞ്ഞത് ഇങ്ങനെയാണ് ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുന്നത്. കോൺഗ്രസ് പ്രസിഡന്റായിട്ടുള്ള പ്രധാനമന്ത്രിക്ക് ഒരുപാട് ഭാഷ അറിയാം. 6 or 7 ഭാഷകൾ അറിയാം. അദ്ദേഹത്തെ പറ്റി പലരും പറയുന്നത് ബഹുഭാഷാ പണ്ഡിതനാണെന്നാണ്. ബഹുഭാഷാ പണ്ഡിതൻ. അത്രയും പാണ്ഡിത്യമുള്ള പ്രധാനമന്ത്രി, കോൺഗ്രസ് പ്രസിഡന്റ് ഏതെങ്കിലും ഒരു ഭാഷയിൽ ഒറ്റ പ്രാവശ്യം പോലും പറഞ്ഞില്ല, സ്റ്റോപ്പ് എന്ന് പറഞ്ഞില്ല ഒരു വാക്ക്. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ആ മുറിവുണ്ടാകുമായിരുന്നില്ല. ഇന്ത്യയുടെ മനസാക്ഷിയുടെ മേൽ ആഴത്തിൽ മുറിവുണ്ടായത് ഈ നാളിലാണ്. ആ മുറിവുണ്ടാക്കിയത് RSS നയിക്കുന്ന സംഘപരിവാറാണ്. അത് ഇന്ത്യൻ ഫാസിസത്തിൻ്റെ ഏറ്റവും മൃഗീയമായ, മോസ്റ്റ് അഗ്രസീവ് എന്ന് വിളിക്കാവുന്ന അക്രമോത്സുകമായ ഒരു കടന്നുകയറ്റമായിരുന്നു. അതിൻ്റെ പാഠം അതാണ്. അതിൻ്റെ ഭാഗമാണ് അതിനു മുമ്പിൽ മഹാത്മാഗാന്ധിയുടെ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി, നെഹ്റുവിൻ്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന പാർട്ടി, ആ പാർട്ടി കാണിച്ച ക്ഷേത്രപരമായ കുറ്റകൃത്യം ആയിരുന്നു ആ മൗനം. അത് രണ്ടും December 6 ഓർമ്മിപ്പിക്കുന്നു നമ്മളെ. ഈ December 6 ഈ സംസ്ഥാനം ഗൗരവമേറിയ ഒരു രാഷ്ട്രീയ സമരത്തിൽ തീരുമാനമെടുക്കാൻ വേണ്ടി പോളിംഗ് ബൂത്തുകളിലേക്ക് പോകാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നമുക്കിത് മറക്കാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് മറക്കുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നു ഇന്ത്യയിലെ എല്ലാ മതനിരപേക്ഷ ശക്തികളുടെയും കൂടെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഇന്ത്യയുടെ മഹത്തായ മൂല്യങ്ങളെ സംരക്ഷിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മതേതര ഭാരതവും ജനാധിപത്യവാദികളും എല്ലാം നടത്തുന്ന സമരത്തിൻ്റെ ഭാഗമാണ് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പ് കേവലമായ ഒരു വോട്ടിൻ്റെ മാത്രം കാര്യമല്ല. ജയിക്കുന്നതാരാണ്, തോക്കുന്നതാരാണ്, അത് മാത്രമല്ല വിഷയം. അതെല്ലാം ഉണ്ടെങ്കിൽ പോലും ഇതാണ് വിഷയം. പഞ്ചായത്തിലേക്കാണ് ലക്ഷ്യമെങ്കിൽ പോലും അതിനപ്പുറത്തേക്കുള്ള ഒരു രാഷ്ട്രീയ വോട്ട് തിരഞ്ഞെടുപ്പ്. ഈ ഡയമെൻഷൻ കാണുന്നുണ്ട് ഞങ്ങൾ.
എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മതേതരത്വം ജീവിക്കുമോ മരിക്കുമോ. സംഘപരിവാറിൻ്റെ ഈ രാഷ്ട്രീയം വിജയിക്കാൻ സമ്മതിക്കാമോ പാടില്ലായോ. ഇതെല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട്. നെഹ്റുവിൻ്റെ പാരമ്പര്യം പറയുന്ന കോൺഗ്രസ് പാർട്ടി അറിയണം, നെഹ്റുവിന് ഉത്തരവുണ്ടായിരുന്നു. ആ ഉത്തരം നെഹ്റു പറഞ്ഞിട്ടുമുണ്ട് ഓപ്പണായിട്ട് തന്നെ. അദ്ദേഹം ചോദിച്ചു, ഇഫ് ഇന്ത്യ ഡൈസ് ഹൂ ലീവ്സ്, ഇന്ത്യ മരിച്ചാൽ ആര് ജീവിക്കും. ഇഫ് ഇന്ത്യ ലിവ്സ് ഹൂ ഡൈസ്, ഇന്ത്യ ജീവിച്ചാൽ ആര് മരിക്കും. അതിലൊരു ഭാവഗാംഭീര്യമുണ്ട്, രാഷ്ട്രീയ ആഴമുണ്ട്. അതിൽ കാണാൻ നെഹ്റുവിനെ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ജീവിച്ചിരിക്കണമെങ്കിൽ വേണ്ടത് അദ്ദേഹം പറഞ്ഞു അത് മതേതരത്വമാണ്. ഈ സെക്യുലറിസം ഡൈസ്, ഇന്ത്യ വിൽ ഡൈ. ഇഫ് ദാറ്റ് സർവൈവ്സ്, ഇന്ത്യ വിൽ സർവൈവ്. അതാണ് നെഹ്റുവിൻ്റെ കാഴ്ചപ്പാട്. ഇതാണ് നെഹ്റു ഉത്തരം. ആ ഉത്തരം കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് അറിയില്ല. അതുകൊണ്ടാണ് തരം കിട്ടുമ്പോഴെല്ലാം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി മഹാത്മാഗാന്ധിയെയും നെഹ്റുവിനെയും മറന്നുകൊണ്ട് അന്ധമായ ഇടതുപക്ഷ വൈരത്തിൻ്റെ മാർഗം പിൻപറ്റാൻ ശ്രമിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് യുവതാന്ത്യം വരെ മഹാത്മാഗാന്ധിയും നെഹ്റുവും തള്ളിപ്പറഞ്ഞ വർഗീയ ഫാസിസ്റ്റ് രാഷ്ട്രീയവുമായി ഒളിഞ്ഞും തെളിഞ്ഞും കൈകോർത്ത് പിടിക്കാൻ കോൺഗ്രസ് തുടക്കം കൊണ്ടുപോകുന്നത് ആ കാര്യം കൊണ്ടാണ്. ഈ ആഴ്ചയിൽ അത് കാണാൻ പറ്റും. ഇവിടെ വന്നിട്ടുണ്ട്. അതെല്ലാം കണ്ടുകൊണ്ട് ഞങ്ങൾ പറയുകയാണ്, ഇടതുപക്ഷം പറയുകയാണ്, ഞങ്ങൾക്ക് ഉറപ്പായും ഇപ്പോൾ പറയാൻ പറ്റും LDFിനെ കാത്തിരിക്കുന്നത് ഒരു വമ്പിച്ച വിജയമാണ്. ഡിസംബർ 13 ഫലം പുറത്തു വരുമ്പോൾ തെളിയാൻ പോകുന്ന കാര്യം 5 കൊല്ലം മുമ്പ് ഉണ്ടായതിനേക്കാളും വലിയ വിജയം നേടിക്കൊണ്ട് എല്ലാ തരങ്ങളിലും LDF ജയിക്കും. ഒരു കാറ്റ് വീശുന്നുണ്ട് ഇവിടെ മുഴുവൻ. ആ കാറ്റ് തെക്കും വടക്കുമുണ്ട്, അത് കിഴക്കും പടിഞ്ഞാറുമുണ്ട്. ആ കാറ്റ് പറയുന്നു ഇടതുപക്ഷ വിജയത്തിൻ്റെ സത്യം അതാണെന്ന് പറയുന്നത്. ഞങ്ങൾ എല്ലായിടത്തും പോയിട്ട് വരികയാണ്, വെറുതെ പറയുകയല്ല. ഞങ്ങൾ ചെയ്യുന്ന രീതിയിലാണ് വളരെ നേരത്തെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും പാർട്ടിയുടെ സംഘടന LDF സംഘടന സജ്ജമായിരുന്നു. ഈ ലാസ്റ്റ് ഘട്ടത്തിലും എല്ലാ ജില്ലകളിലും ഞങ്ങൾ പോകുമ്പോൾ രാവിലെ എല്ലാ ജില്ലകളിലും ഞങ്ങൾ പാർട്ടിയുടെ കമ്മിറ്റി കൂടിയിട്ട് റിവ്യൂ ചെയ്യുന്നുണ്ട്, ഉറവുകളും പറയുകളും പരിശോധിക്കുന്നുണ്ട്. വിജയിക്കാൻ വേണ്ടതിന് എന്തെല്ലാം ലാപ്സസ് അവർ സൈഡ് ചോദിക്കുന്നുണ്ട്, തിരുത്തുന്നുണ്ട്. ഞങ്ങൾ ജനങ്ങളെ കാണുന്നുണ്ട്. ഇത് കഴിഞ്ഞ ഉച്ചവരെ ഉച്ചയ്ക്ക് കഴിഞ്ഞാൽ പിന്നെ പൊതുമിത്രങ്ങളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, എല്ലാ തുറകളിലെയും ഒരുപാട് ബന്ധുവലയുമുണ്ട്. ഇടതുപക്ഷത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബുദ്ധിജീവികൾ, സാഹിത്യകാരന്മാർ, പ്രൊഫഷണൽസ്, ടെക്നോക്രാറ്റ്സ്, അവരോടെല്ലാം ഞങ്ങൾ നിർബാധം സംസാരിക്കാറുണ്ട്. അവരുടെ വിമർശനവും നിർദ്ദേശങ്ങളും എല്ലാം കേൾക്കാറുണ്ട്, അഭിപ്രായം ചോദിക്കാറുണ്ട്. വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ LDFിൻ്റെ റാലിയിലും പങ്കെടുക്കാറുണ്ട്. അങ്ങനെ ജനബന്ധത്തിൻ്റെതായിട്ടുള്ള ഞങ്ങളുടെ എല്ലാ അനുഭവങ്ങളെയും സാധ്യതകളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ നടത്തിയ ഒരു വിലയിരുത്തലാണ് CPIയെ കൊണ്ടും LDFിനെ കൊണ്ടും പറയിപ്പിക്കുന്നത്. ഞങ്ങളുടെ വിജയം 5 കൊല്ലം മുമ്പുണ്ടായ സമ്പൂർണ്ണ വിജയത്തെക്കാളും തിളക്കമുള്ളതായിരുന്നു. ആ കണക്കുകൾ പറയുന്നില്ല, എല്ലാ തലങ്ങളിലും അന്ന് വിജയമുണ്ടായി. ജില്ലാ പഞ്ചായത്തിലെ വിജയമൊക്കെ അത്ര തുടങ്ങുന്നതായിരുന്നു.
ചെറിയ ക്ഷീണം സംഭവിച്ചത് അന്ന് മുനിസിപ്പാലിറ്റികളിലായിരുന്നു. കോർപ്പറേഷനിൽ 6-5 ഞങ്ങൾ ജയിച്ചവരാണ്. മുനിസിപ്പാലിറ്റീസിൽ ആ തോതിൽ ജയിക്കാനായില്ല. ആ തോതിൽ ഞങ്ങൾക്കായിരുന്നു മേൽക്കൈ. ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഞങ്ങൾക്ക് നല്ല മേൽക്കൈ. ഞങ്ങൾ ഇരട്ടിക്കിട്ടു ആ പെർസെൻറ്റേജ് ഓഫ് സക്സസ് വിക്ടറി വർദ്ധിപ്പിക്കും. അതാണ് ഞങ്ങളുടെ ഉറച്ച ഉറപ്പ്. അതിൻ്റെ കാരണം രാഷ്ട്രീയമാണ്. LDFിൻ്റെ രാഷ്ട്രീയം കേരളത്തിന് സ്വീകാര്യമാണ്. അത് വേറൊരു കാരണം ഞങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ നടപടികളാണ്, നയങ്ങളാണ്. 9.5 കൊല്ലം പൂർത്തിയാക്കിയ ഞങ്ങളുടെ ഗവൺമെൻറ് ഈ 9.5 കൊല്ലക്കാലം കൊണ്ട് എല്ലാ തുറകളിലും ഉണ്ടാക്കി വമ്പിച്ച മുന്നേറ്റം ജനങ്ങൾ കാണുന്നത്. സമഗ്രമാണ് ആ മുന്നേറ്റം. കാർഷിക മേഖലയിലും വ്യവസായ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ രംഗത്തും എല്ലാ രംഗത്തും ആ മുന്നേറ്റം ജനങ്ങൾ കാണുന്നുണ്ട്. കേരളത്തിൻ്റെ ഒരു വലിയ സന്ദേശമുണ്ടായി ഈ നവംബർ 1-ാം തീയതി. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് കേരളം ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഈ സംസ്ഥാനത്തിൽ സമ്പൂർണ്ണ ദാരിദ്ര്യം എന്ന ഒന്ന് ഇല്ലാതായിരിക്കും. അന്ന് ഞങ്ങളുടെ UDF BJP പക്ഷത്തുള്ളവർ ചോദിച്ചു, സുഹൃത്തുക്കൾ ചോദിച്ചു, അപ്പോൾ ശരി എക്സ്ട്രീം പോവർട്ടി മാറി, അതിദാരിദ്ര്യം മാറി, അപ്പോൾ തീർന്നു? തീർന്നിട്ടില്ല. ഞങ്ങൾ അവിടെ നിൽക്കുന്നില്ല. ഞങ്ങളുടെ മറുപടി LDFിൻ്റെ മാനിഫെസ്റ്റോ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആ മാനിഫെസ്റ്റോ പറഞ്ഞത് അടുത്ത ലക്ഷ്യം കേരളത്തെ സമ്പൂർണ്ണമായും ദാരിദ്ര്യമുക്തമാക്കലാണ്. ആ രാഷ്ട്രീയം, ആ നയം, ആ പരിപാടി, അതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അതെല്ലാം ജനങ്ങൾക്കറിയാം. അതിൻ്റെ പിന്തുണ അവർ തരുന്നുണ്ട് ഞങ്ങൾക്ക്. അതിൻ്റെ വിജയമാണ് ഞങ്ങൾ മുൻകൂട്ടി പറയുന്നത്. ദാരിദ്ര്യം വല്ലാത്തൊരു അവസ്ഥയാണ്. മനുഷ്യാവസ്ഥകളിൽ ഏറ്റവും ദയനീയമാണത്. മനുഷ്യൻ്റെ എല്ലാ അന്തസ്സിനെയും അത് ദുർബലപ്പെടുത്തും. ദരിദ്രൻ ആണായാലും പെണ്ണായാലും അവൻ്റെ എല്ലാ അന്തസ്സും വെല്ലുവിളിക്കപ്പെടും. അവനൊരു വല്ലാത്ത മാനസികാവസ്ഥ ഉണ്ടാകും. അവൻ ദുർബലനായിരിക്കും. ന്യായം പറയാൻ നാക്കുപൊങ്ങില്ല അവൻ്റെ. അവൻ ദരിദ്രനാണ്. നീതിക്ക് വേണ്ടി കരയാൻ പോലും അവന് ചിലപ്പോൾ മടിയായിരിക്കും. അവൻ ദരിദ്രനാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ അവസ്ഥയിൽ ഏറ്റവും ഭീകരമാണ് ദാരിദ്ര്യം. അതറിയാം ഇടതുപക്ഷത്തിന്. ഇടതുപക്ഷത്തിന് അറിയാം വിശപ്പ് എന്താണെന്ന്. അതുകൊണ്ടാണ് വിശപ്പില്ലാത്ത കേരളമായി, ദാരിദ്ര്യം സമ്പൂർണ്ണമായും ഇല്ലാത്ത സ്റ്റേറ്റായി കേരളത്തെ മാറ്റാൻ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ ചുവടപ്പിച്ചാണ് എല്ലാ രംഗത്തുമുള്ള LDFിൻ്റെ മുന്നേറ്റമെന്ന് ഞങ്ങൾ ഉറപ്പ് പറയുന്നു. ജനങ്ങൾക്ക് സ്വീകാര്യമാണ്. ഞാനെല്ലാം ആവർത്തിക്കുന്നില്ല. ഞങ്ങളുടെ വിജയത്തിൻ്റെ ഉറപ്പ് ഞങ്ങൾക്കുണ്ട്, അതുപോലെ തന്നെ അവർക്കുമുണ്ട്. അവരെന്ന് പറഞ്ഞാൽ UDFിനും BJPക്കും ഉണ്ടെന്നാണ് അർത്ഥം. അവർ രണ്ടും രണ്ടല്ലല്ലോ, തോന്നും രണ്ടായിട്ട്. പഴയ നമ്മുടെ ഇതില്ലേ, ഒന്നായ നിന്നെ ഇഹ രണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായരുണ്ടത് ഉണ്ടായിരുണ്ടത് ചൊല്ലാവതല്ല ബധ അല്ലേ? അതെത്ര ശരിയാണ്. ഒന്നായ അവരെ രണ്ടായി തോന്നിക്കുകയാണ്, ഒരു UDF ഒരു BJP. പക്ഷെ രണ്ടല്ല, ഒന്നാണ് അവർ. ഇടതുപക്ഷം ഇവിടെ നിൽക്കുമ്പോൾ ഇടതുപക്ഷ വൈരാഗ്യം മാത്രമുള്ള ഇക്കൂട്ടർക്ക് പിന്നെ നിമിഷം പോലും കാത്തിരിക്കേണ്ട അവർ ഒന്നാണ്. ഞങ്ങളിപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഉണ്ടാക്കിയ കെട്ടുകഥയല്ലേ ഇത്. 1991 പുതിയ സുഹൃത്തുക്കൾക്ക് ഓർമ്മയുണ്ടാകുന്നതിന് കഴിയില്ല. അത് വായിക്കണം, പഠിക്കണം. നമ്മുടെ കേരളത്തിൻ്റെ
രാഷ്ട്രീയ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായി 91-ൽ. വടകര പാർലമെൻറ്റ് മണ്ഡലത്തിലും ബേപ്പൂർ അസംബ്ലി മണ്ഡലത്തിലും ആ തെരഞ്ഞെടുപ്പിൽ പരസ്യമായി തന്നെ കോൺഗ്രസും BJP-യും ഒന്നിച്ച് മത്സരിച്ചു. LDF പരാജയപ്പെടുത്താൻ വേണ്ടി അവർ കോമൺ സ്ഥാനാർത്ഥിയായിരുന്നു ഈ രണ്ട് മണ്ഡലങ്ങളിലും, ഒരു മറയുമില്ലാതെ. ഒരു പറഞ്ഞ് ഞങ്ങൾക്കൊരു വൈരാഗ്യം ഉണ്ട്, ശത്രു ഉണ്ട്, അത് LDF ആണ്, തോൽപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഒന്നിച്ച് നിൽക്കുകയാണ്. ഒരു മുഖമൂടിയും കൂടാതെ BJP-യും കോൺഗ്രസും പറഞ്ഞു ഇതാണ് ഞങ്ങൾക്ക് സ്ഥാനാർത്ഥി. അങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയ വൊക്കാബുലറിയിൽ വടകര ബേപ്പൂർ മോഡൽ എന്നൊരു പ്രയോഗം ഉണ്ടായത്. അതിന് തുടരുകയാണ്. നിങ്ങൾക്ക് പലർക്കും ചെറുപ്പക്കാർക്ക് അറിയില്ലായിരിക്കാം, BJP-ക്ക് പണ്ടൊരു സംസ്ഥാന പ്രസിഡന്റ് ഉണ്ടായിരുന്നു, ശ്രീ KG മാരാർ. നല്ല മനുഷ്യനാണ് അദ്ദേഹം, ആശയപരമായിട്ട് കടുത്ത RSS ആണ്, ഇപ്പോഴത്തെ പുതിയ ഭാഷയിൽ കട്ട RSS. പക്ഷെ നല്ല പെരുമാറ്റം, നല്ല സൗഹൃദ ബന്ധങ്ങൾ. ഞങ്ങളെല്ലാം അന്ന് ചെറിയ ആൾക്കാരാണ്. ഞങ്ങളെല്ലാം കണ്ടാലും അദ്ദേഹം സൗഹൃദവും സ്നേഹവും കാണിക്കും, രാഷ്ട്രീയം പറയും, വിമർശിക്കും, തർക്കിക്കും. ആണ് KG മാരാർ. അദ്ദേഹത്തെ ആത്മകഥ പുറത്തു വന്നു കുറെ കഴിഞ്ഞപ്പോൾ. അദ്ദേഹം എഴുതിയത് 40 മണ്ഡലങ്ങളിലെ കോൺഗ്രസ് BJP ധാരണയെ പറ്റിയായിരുന്നു. LDF-ന് മുട്ടുകുത്തിക്കാൻ വേണ്ടി 40 മണ്ഡലങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് പങ്കുവയ്ക്കാൻ BJP-യും കോൺഗ്രസും തീരുമാനിച്ചു. അദ്ദേഹം എഴുതിയതാണ്. ഞങ്ങളുടെ ഇലക്ട്രൽ പ്ലാൻ എന്ന് പറയുന്നത് ജനക്ഷേമത്തിൻ്റെ ഇലക്ട്രൽ പ്ലാനാണ്, വികസനത്തിൻ്റെ ഇലക്ട്രൽ പ്ലാനാണ്, മതേതര മൂല്യങ്ങളുടെ പൊളിറ്റിക്കൽ പ്ലാനാണ്, ഇടതുപക്ഷത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ ലക്ഷ്യങ്ങളാണ് ഞങ്ങൾ നയിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആണ്, വളരെയധികം. മുമ്പ് CPI-എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗവും LDF നേതാവും മുഖ്യമന്ത്രിയുമായ സഖാവ് പിണറായി വിജയൻ വന്നില്ലേ? ഈ ചോദ്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തോട്. അദ്ദേഹം അത് പറഞ്ഞു കാണുമല്ലോ, ഇല്ലേ? ഇല്ലേ? അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞോ വല്ലതും? ഞാനത് കേട്ടിട്ടില്ല. അദ്ദേഹം അത് പറഞ്ഞോ? പറഞ്ഞില്ലേ? ഞാനത് കേട്ടില്ല. എന്താ പറയുക? തക്കെന്താ പിന്നെ വിഷയം? അതിന് തൊട്ട് മുമ്പുള്ള ദിവസം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഇവിടെ വന്ന് പറഞ്ഞത് ഇനിയും പാലങ്ങൾ പണിയും, PMC വിഷയത്തിലടക്കം ഇനിയും പാലങ്ങൾ പണിയുമെന്ന്. നിങ്ങൾ വളരെ കൺഫ്യൂസ്ഡ് ആണ്, കുറ്റപ്പെടുത്തുമല്ല. നിങ്ങൾ രണ്ടും കൺഫ്യൂസ്ഡ് ആണ്. PMC ഇല്ല കേരളത്തിൽ, PMC ഇല്ല. അതിൻ്റെ ആത്മാവായി BJP ചൂണ്ടിക്കാണിച്ച് NEP-യും ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. അത് CPI മാത്രമല്ല പറയുന്നത്, CPI നിലപാട് അത് തന്നെയാണ്. ഈ നിലപാട് പൂർത്തിയാക്കട്ടെ. ഈ നിലപാട് CPI-ക്കുള്ളതുപോലെ തന്നെ CPM-നുമുണ്ട്. CPI-യുടെ ഡോക്യുമെന്റ്സ് വായിക്കാൻ നിങ്ങൾക്ക് അതേ നിലപാട് തന്നെയാണ് CPM-ന്റെ പോളിറ്റ് ബ്യൂറോയും കേന്ദ്രക്കും മറ്റുമെല്ലാം ഈ കാര്യത്തിൽ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ടാണ് PMC വിഷയത്തിലുള്ള LDF തീരുമാനം ഉണ്ടായ ദിവസം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആസ്ഥാനമായ MN സ്ഥലത്തിൽ നിന്ന് ഞാൻ പുറത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചു, സ്വാഭാവികമായിട്ടും CPI വൻ വിജയം നേടിയല്ലോ, CPI CPM-നെ തോൽപ്പിച്ചല്ലോ, ആദ്യമായിട്ട് CPM-നെ CPI വിട്ടുകുത്തിച്ചല്ലോ എന്നൊക്കെയുള്ള സാമാന്യഗതിക്കൊരു പൊങ്ങച്ച രാഷ്ട്രീയക്കാർക്ക് ഒന്ന് പൊങ്ങാൻ തോന്നുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടായി. LDF രാഷ്ട്രീയത്തിൻ്റെ അർത്ഥമറിയാവുന്ന ഒരു പാർട്ടിയാണ് CPI. അതുകൊണ്ട് CPI പറഞ്ഞ മറുപടി ഞാൻ ആവർത്തിക്കുന്നു. ഞാൻ പറഞ്ഞ മറുപടി ഇതാണ്: തീരുമാനിച്ചു ശരിയാണ്, LDF തീരുമാനിച്ചു. പക്ഷെ അതിനെ
വിജയാപജയങ്ങളുടെ കാര്യമായിട്ടല്ല CPI കാണുന്നത്. ഒരു ഭാഗം ജയിച്ചു, ഒരു ഭാഗം തോറ്റു എന്നുള്ളത് വളരെ ബാലിശമായിട്ടുള്ള വളരെ ഒരു കോമൺ അസസ്മെൻ്റാണ്. അപ്രകാരമല്ല CPI കാണുന്നത്. CPI കാണുന്നത് അങ്ങനെയല്ല എന്ന് ഞാൻ പറഞ്ഞു. അവരോട് ചോദിച്ചവർക്ക് വിജയമല്ലേ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും അളവ് പോലെ അറിയാവൂ എങ്കിൽ CPI പറയും ഇത് LDFിൻ്റെ വിജയമാണ്, LDF രാഷ്ട്രീയത്തിൻ്റെ വിജയമാണ്, LDF ആശയത്തിൻ്റെ വിജയമാണ്. ഞാൻ ഉപയോഗിച്ച വാക്ക് LDF ഐഡിയോളജിയുടെ വിജയമാണെന്നായിരുന്നു. LDF ഐഡിയോളജിയുടെ ഈ ഐഡിയോളജി CPIക്കും CPMനും ഉള്ളതാണ്. ഈ രാഷ്ട്രീയം CPIക്കും ഉണ്ട്, CPMനുമുണ്ട്. CPIക്കും CPMനും PMC വിഷയത്തിൽ രണ്ട് അഭിപ്രായങ്ങളില്ല, ഒരഭിപ്രായമാണ്. അതുകൊണ്ടാണ് നിങ്ങളെല്ലാം ഊതിപ്പെരിപ്പിച്ച് ഇപ്പം മലയിടിഞ്ഞ് വീഴും എന്ന് പറഞ്ഞ സംഭവങ്ങളെല്ലാം ഉണ്ടായപ്പോഴും ഞങ്ങൾ പറഞ്ഞത് ഇടതുപക്ഷ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് പരസ്പരമുള്ള സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും അടിസ്ഥാനത്തിൽ സംസാരിച്ചുകൊണ്ട് പരിഹാരം കാണുമെന്ന് നിങ്ങൾ പറഞ്ഞു. ഇല്ല, PMC സംബന്ധമായതൊന്നും LDF സർക്കാർ ചെയ്യില്ല എന്ന് LDF തീരുമാനിച്ചിട്ടുണ്ട്, CPM തീരുമാനിച്ചിട്ടുണ്ട്, CPIക്കും അറിയാം, എല്ലാ LDF ഘടകങ്ങൾക്കും അറിയാം കേരളത്തിൽ PMC നടപ്പിലാക്കില്ല. എന്തുകൊണ്ടെന്നാൽ PMCയുടെ ആത്മാവ് NEP ആണ്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ്. അത് വിദ്യാഭ്യാസ രംഗത്തെ RSSൻ്റെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ്. നിങ്ങൾ ചോദിച്ച MOU ഭാഗമുണ്ട്. MOU പറയുന്നുണ്ട് ഈ പദ്ധതി NEPയെ ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയാണെന്ന് പറയുന്നുണ്ട്. NEPയെ ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയുള്ള പദ്ധതിയിൽ ഒരു കാരണവശാലും LDF പങ്കാളിയാവുകയില്ല. അത് CPI നിലപാടല്ല, അത് CPI നിലപാടായതുപോലെ തന്നെ അത് CPM നിലപാടുമാണ്. ഈ വിഷയത്തിൽ CPIക്കും CPMനും എല്ലാ അർത്ഥത്തിലും 100% ഒരേ കാഴ്ചപ്പാടാണുള്ളത്. ഞാൻ ചോദിച്ചത് സഭാപിണ്ടാൻ ചെയ്തത് പറഞ്ഞില്ലേ എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. അപ്പൊ ചിലർക്ക് സംശയം മാറുന്നില്ല. പറയുന്നു. ഉപയോഗിച്ചിട്ടില്ല, ചതി എന്ന വാക്കേ ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിച്ച ഓരോ വാക്കും എനിക്ക് നല്ലോണം അറിയാം. ചതി എന്ന വാക്ക് ഉപയോഗിച്ചിട്ടേ ഇല്ല. ഇല്ല, ചതി എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ആ വാക്ക് ഒരുപാട് കാലം പിന്നാലെ നടന്നിട്ടാണ് ഒരു പിൻവലിക്കും പോലും കൊടുക്കേണ്ടി വന്നത്. CPI പറഞ്ഞു കത്ത് പോലും കേന്ദ്രത്തിൽ അയക്കേണ്ടി വന്നു. പിന്നീട് CPIയും ആ വിഷയത്തെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. ആ സംസാരം വളരെ സിൻസിയറായിരുന്നു. അതിനൊടുവിൽ CPIയും CPMും ഒരേ മനസ്സോടെ ഒരേ ഐഡിയോളജിയോടെ തീരുമാനിച്ചു. ഒരു കാലം എടുത്തില്ല. എത്ര കൊല്ലം, എത്ര മാസം? അതല്ലേ ഉള്ളൂ. അത് ഈ ഐഡിയോളജിക്കകത്ത് 2 ആഴ്ച വലിയ ആഴ്ചയല്ല. ഞാനോർത്ത് 2 കൊല്ലമായി കാണുന്നു. ഒരാൾ വിദ്യാഭ്യാസ മന്ത്രി ഈ കാര്യത്തിൽ എടുത്ത നിലപാട് അപജയം ആണ് എന്ന് അദ്ദേഹം വിലയിരുത്തുന്നുള്ളൂ. ഈ ചോദ്യങ്ങളെല്ലാം എത്ര അപക്വമാണ്. ഇനിയും CPIയും CPMും LDFും തീരുമാനിച്ചൊരു കാര്യമാണ്. CPM വളരെ LDF പലവട്ടം വ്യക്തമാക്കിയ കാര്യം. ഇന്നിവിടെ അരമണിക്കൂർ മുമ്പ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയ കാര്യം. അതെല്ലാം കേട്ട നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് രാമൻ സീതയുടെ ആരാണ്? വിദ്യാഭ്യാസ മന്ത്രി ഈ കാര്യത്തിൽ തെറ്റുപറ്റി എന്നുള്ളൊരു എല്ലാം ക്ലിയറായില്ലേ? എല്ലാം ക്ലിയർ. നിങ്ങൾ തെറ്റും ശരിയും നോക്കണ്ട. ഇവിടെ PMC ഇല്ല. അത് മുഖ്യമന്ത്രി പറഞ്ഞാൽ അതിന് അപ്പീലുമില്ല. ഞങ്ങളുടെ ഗവൺമെന്റിന്റെ നേതാവ് അദ്ദേഹമാണ്. ഏത് പാർട്ടി അദ്ദേഹം? അതിലാരാ അദ്ദേഹം? അദ്ദേഹം പാർട്ടിയുടെ ഏറ്റവും വലിയ ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള സമിതിയിൽ അംഗമാണ്. അതാണ് വർക്കിംഗ് കമ്മിറ്റി. അതിലംഗം പറയുകയാണ് എപ്പോഴും ഒരാഴ്ച 1 വീതമുണ്ട്. അത് അങ്ങനെ ചർച്ചകളുണ്ടോ?
മിനിമം ഒരാഴ്ച ഒന്ന് വിധം പറയും. 2 കൊല്ലത്തിലെടുക്കുന്നതല്ല, എല്ലാ ആഴ്ചയിലും പറയും ഒരു പ്രാവശ്യമെങ്കിലും. മോദി സ്തുതി ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. പുട്ടിൻ വന്നപ്പോൾ എന്ത് വിഷയം കിട്ടിയാലും, എന്ത് രാഷ്ട്രം അത് പറയല്ലേ, രാഷ്ട്രത്തിന്റെ അത്യവാദമായിട്ടുള്ള മതനിരപേക്ഷത്തെ തകർക്കാൻ വേണ്ടി പള്ളി പൊളിച്ച പാർട്ടിയാണ് BJP. പള്ളി പൊളിച്ച പാർട്ടി. ഒരുപാട് ആ പാർട്ടിയെ പറ്റി പറഞ്ഞാൽ നീണ്ടു പോകും. കോൺഗ്രസിന്റെ മൗനമാണ് ശരിക്കും കോൺഗ്രസിന്റെ പൊളിക്കലിന് കാരണമായി ആ കോൺഗ്രസുമായിട്ട് കേരള ദേശീയ തലത്തിൽ CPI ഒന്നിച്ചു നിൽക്കുന്നു. കോൺഗ്രസ് അതിൽ നിന്ന് ഒരുപാട് മാറി ഒരു മതേതര കാഴ്ചപ്പാടിലേക്ക് വരികയും കോൺഗ്രസ് മികച്ച സഖ്യകക്ഷിയാവുന്ന നിലയിലേക്ക് എത്തിക്കഴിഞ്ഞു. അതേപ്പറ്റി എത്രയോ വട്ടം പിന്നീട് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞിരിക്കുന്നു, തെറ്റായിപ്പോയി എന്ന് എത്രയോ വട്ടം പറഞ്ഞിരിക്കുന്നു. രാഹുൽ ഗാന്ധി വീണ്ടും പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് പലപ്പോഴും ബ്ലൈൻഡായ ആന്റി ലെഫ്റ്റിസം തുടരുന്നു. അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിന് പള്ളി പിടിച്ച് BJP-യുമായിട്ട് ചങ്ങാത്തം ഉണ്ടാകുന്നു. അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് ഞങ്ങൾ ഇടതുപക്ഷക്കാരെ ശത്രുക്കളായി കാണുന്നു. ആ കോൺഗ്രസിന് ഞാൻ പറഞ്ഞത് ഗാന്ധിജിയെ അറിയില്ല, നെഹ്റുവിനെ അറിയില്ല, അവർക്ക് വേറെ രാഹുലിനെ അറിയുമോ? പുതിയ രാഹുൽ, അതാണ് ഇവിടെ ഏറ്റവും വലിയ രാഹുൽ. അതല്ല, ആ രാഹുൽ നിങ്ങൾ അറിയുമോ? പുതിയ രാഹുൽ, ആ രാഹുലാണ് കോൺഗ്രസിന്റെ പുതിയ മുഖം. ഞാൻ കൊണ്ട് കോൺഗ്രസിന്റെ വേറൊരു നേതാവുണ്ട്, ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയ നേതാവ് കേരളത്തിൽ. അദ്ദേഹവും ഒരു വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്, ക്ഷണിക്കപ്പെടുന്ന അംഗമാണ്. പേര് രമേശ് ചെന്നിത്തല. 3 നാൾ മുമ്പ് അദ്ദേഹം ഒരു കോൺഗ്രസ് പരിപാടിക്കായിട്ട് എത്തി പാലക്കാട്. ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ ഈ പ്രസ് മീറ്റില്ല, നിങ്ങൾ അദ്ദേഹത്തെ കണ്ടു, പത്രസുഹൃത്തുക്കൾ ആ ഹാളിലേക്ക് കയറും മുമ്പ് വളഞ്ഞു നിന്ന് സംസാരിക്കില്ല. ഞാനത് കേട്ടു TV-യിൽ. 4 ചോദ്യമുണ്ടായി, ഉത്തരം പറഞ്ഞു. ഈ രാഹുൽ വിഷയം വന്നപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം രാഹുൽ പക്ഷപാതിയല്ല, രാഹുൽ ഗാന്ധിയല്ല, പുത്തൻ രാഹുൽ. അദ്ദേഹം 4 വാചകം പറഞ്ഞു അദ്ദേഹത്തിനെതിരായിട്ട്. 5ാമത്തെ വാചകം പറയാൻ സമ്മതിച്ചില്ല. കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമായ മുൻ KPCC പ്രസിഡന്റായ ചെന്നിത്തലയെ പോലൊരു വലിയ നേതാവിൻ്റെ വായടപ്പിച്ചു. നാക്ക് പൊക്കാൻ സമ്മതിച്ചില്ല, കൂക്കി പിടിച്ചു, വായടപ്പിച്ചു. പുതിയ കോൺഗ്രസിന്റെ വിഷയം ഗൗരവമുള്ളതാണ്. കേരളത്തിലെ കോൺഗ്രസിനെ ഒരു മാഫിയ കൾച്ചർ ഒഴുകിയിരിക്കുന്നു. ആ മാഫിയ കൾച്ചറിന്റെ പ്രതീകമാണ് ഈ പറയുന്ന പേരുകാർ. ഇത് 10ാം ദിവസമാണ്. അബ്സ്കോൺസ്, ഒരു MLA, ഒരു മുഖം കോൺഗ്രസിന്റെ. 10ാം ദിവസവും അറിയില്ല എവിടെയാണ്. കോൺഗ്രസിന് ഉത്തരവുണ്ടെങ്കിൽ പറയട്ടെ, ഞാൻ പൂർത്തിയാക്കട്ടെ. അത് ഗൗരവമുള്ള കാര്യമാണ്. നിങ്ങളെല്ലാം കാണണം, ഗൗരവം കാണണം. ഈ സംസ്കാരത്തിൻ്റെ മറുഭാഗത്താണ് നിൽക്കുന്നത്. അറ്റ് റിസീവിങ് ഇറ്റ് സ്ത്രീത്വമാണ് റിസീവിങ് ഇറ്റ്. സ്ത്രീകളെ അശേഷം മാനിക്കാത്ത പുതിയ കോൺഗ്രസ് സംസ്കാരം. കേവലം വിപ്ലവ വസ്തുവായിട്ട് മാത്രം സ്ത്രീകളെ കാണുന്ന ഒരു പുതിയ സംസ്കാരം. അതിനുവേണ്ടിയുള്ള ഗുണ്ടാപ്പടയുടെ പറയുന്ന ഒരു മാഫിയ സംഘം. എവിടെ മാഫിയകളുണ്ടോ അവിടെ കള്ളപ്പണമുണ്ട്. അജ്ഞാതമായ ഏതോ കേന്ദ്രങ്ങൾ ഒഴുക്കുന്ന ഈ കള്ളപ്പണമാണ് ലോകത്തെവിടെയും മാഫിയ ശക്തിയായി മാറിയത്. ഇറ്റാലിയൻ മാഫിയ മുതൽ എല്ലാ മാഫിയയ്ക്കും ക്ഷേത്രം അതാണ്. എനിക്കറിയില്ല ആര് തീവ്രതയെ താക്കാൻ പോകേണ്ടതില്ല. സ്ത്രീത്വത്തെ അപമാനിച്ചത് അപമാനിക്കലാണ്. അല്ല, തീവ്രത കൂടി അപമാനിക്കൽ, കുറഞ്ഞ അപമാനിക്കൽ, അതൊന്നും ഞങ്ങൾക്കറിയില്ല. തൃശ്ശൂർ പൂരം കലക്കലുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടൊക്കെ അടഞ്ഞ അധ്യായമാണ്, ഇനി ചർച്ച ചെയ്യേണ്ടതില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. CPIക്ക് ആ നിലപാട് തന്നെയാണ്. CPI നിലപാടിൽ നമുക്കറിയാമല്ലോ. CPI നിലപാട് പറഞ്ഞില്ല ഞങ്ങൾ. തൃശ്ശൂർ പൂരം കലക്കിയ കാര്യമടക്കം പല കാര്യങ്ങളിലും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ബാക്കിയുള്ള ഒരാൾ അദ്ദേഹം ADGP ആണ്. അദ്ദേഹം ക്രമസമാധാന ചുമതലയേറ്റ ADGP ആണ്.
അദ്ദേഹം ഒന്നിലേറെ പ്രാവശ്യം അറിയപ്പെടുന്ന RSS നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തി. എന്തിനാണെന്ന് ആർക്കും അറിയില്ല. ആ ഘട്ടത്തിൽ CPI പറഞ്ഞു, ക്രമസമാധാന പാലന ചുമതലയുള്ള കേരളത്തിൻ്റെ ADGP ആയ ഒരാൾ, ഇതുപോലെയുള്ള വിഷയങ്ങളിലെല്ലാം പേര് വന്ന ഒരാൾ, ഒരു മന്ത്രി വിളിച്ചാൽ പോലും ആ നിർണായക ദിവസം ഫോൺ എടുക്കാനുള്ള സമയമോ സാവകാശമോ ജാഗ്രതയോ ഇല്ലാത്ത ഒരാൾ, ആ ആൾ ADGP ചുമതലയിൽ ADGP ചുമതലയല്ല ക്രമസമാധാന പാലന ചുമതലയിൽ തുടരാൻ പാടില്ലെന്ന് CPI പറഞ്ഞു. നിങ്ങളെല്ലാം കേട്ട് കാണുന്നത്. CPI പറഞ്ഞു, അത് ഗവൺമെൻറ് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാടിൻ്റെ ഫുൾ സ്റ്റോപ്പ് ആയില്ലല്ലോ, അത് പൂർത്തിയായിട്ടില്ലെന്ന് CPI തന്നെ പറഞ്ഞല്ലോ. CPIക്ക് നിസ്സംശയം പറയാൻ പറ്റും, ശബരിമലയിൽ ആരെങ്കിലും ക്രമക്കേട് ഉണ്ടെങ്കിൽ ആരായാലും ശരി, ഏത് പാർട്ടിക്കാരായാലും ശബരിമല അയ്യപ്പൻ അവകാശപ്പെട്ട ഒരു തരി സ്വത്ത്, സ്വർണ്ണമാകാം, മണ്ണാകാം, എന്തുവാകാം, ചെമ്പാകാം, സ്വർണ്ണമാകാം, ഏത് പാടിയാകാം, ദ്വാരപലക ശില്പമാകാം, ഏതുമാകാം, അത് കെട്ടെടുത്ത കവർച്ച ചെയ്ത ആളാരായാലും അയാൾ ശിക്ഷിക്കപ്പെടും. ഇതാണ് സർക്കാർ നയം, ഇതാണ് LDF നയം, ഇതാണ് CPI നയം, ഇതാണ് CPM നയം. തെളിയിക്കപ്പെട്ട് കുറ്റം ചെയ്ത കുറ്റവാളികൾ ആരായാലും അവർ ശിക്ഷിക്കപ്പെടും. തെളിയിക്കപ്പെട്ട് കുറ്റം ചെയ്ത കുറ്റവാളി ആരായാലും ശിക്ഷിക്കപ്പെടും. തെളിയിക്കപ്പെട്ട കുറ്റം ചെയ്ത കുറ്റവാളി ആരായാലും ശിക്ഷിക്കപ്പെടും. തെളിയിക്കപ്പെട്ട സംശയമുണ്ടോ നിങ്ങൾക്ക്? സംശയം അകലുമില്ലല്ലോ. അല്ല, സംശയം അകലുമില്ല. ആരോപണങ്ങളും മൊഴികളും മാത്രമേ ഉള്ളൂ. കോടതി ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല. പക്ഷെ അവർ പാർട്ടി നടപടി എടുത്തു. പക്ഷെ ഈ കാര്യത്തിൽ CPM അങ്ങനെ ഒരു നടപടി എടുക്കുന്നില്ല. ആ പാർട്ടി ചില കാര്യങ്ങൾ പറഞ്ഞ് പാർട്ടി അന്വേഷിച്ച് കുഴപ്പമില്ല, അല്ലെങ്കിൽ പാർട്ടി കോടതി അല്ലെങ്കിൽ പാർട്ടി അങ്ങനെ ഒരു നിലപാടിലല്ലാതെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. ഇത്തരം വിഷയത്തിലൊക്കെ ഒരു ഉചിതമായ തീരുമാനം എടുക്കാനുള്ള രാഷ്ട്രീയ പക്വത CPM-നുണ്ട്. ആ പാർട്ടിക്കകത്ത് സ്ത്രീ അവകാശങ്ങൾക്ക് സുരക്ഷിതത്വം വേണമെന്നുള്ള കാഴ്ചപ്പാടുള്ള പാർട്ടിയാണത്. CPIM-ന്റെ പ്രത്യക്ഷത്തിൽ തന്നെ ആൺ പെൺ സമത്വത്തിൻ്റെ പാർട്ടിയാണത്. അതുകൊണ്ട് CPIM അക്കാര്യത്തിൽ പാളിപ്പോകില്ലാതെ എൻ്റെ ഉറച്ച വിശ്വാസം. ഈ ASF നേതാവ് നിമിഷ രാജുവിൻ്റെ അവിടെയുള്ള പ്രതികരണത്തിൽ ഇതിന്റെ നിലപാട് CPM കാണിച്ചു കണ്ടില്ലേ? തെളിവുണ്ടോ എന്ന് ചോദിച്ചു കണ്ടില്ല? നിമിഷ രാജു ഇപ്പോൾ LDF സ്ഥാനാർത്ഥിയാണ്. ആ നിമിഷയ്ക്ക് വേണ്ടി അവിടുത്തെ CPI സഖാക്കളുടെ കൂടെ CPM സഖാക്കൾ ഒരേ ആവശ്യം കാണിച്ചുകൊണ്ട് രംഗത്തെപ്പെടും. നിമിഷ രാജുവിനെതിരെ അധിക്ഷേപം നടത്തിയപ്പോഴും മോശം അഭിപ്രായം നടത്തിയപ്പോഴും ഇതേ ആർജവം ഒരു നേതാവും പറഞ്ഞു കണ്ടില്ല. ASF നേതാക്കളോ അല്ലെങ്കിൽ CPI നേതാക്കളോ പറഞ്ഞു കണ്ടിട്ടില്ല. അന്ന് അങ്ങനെ ചോദിച്ച പോലെ തെളിവുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടും എന്ന് പറയാനുള്ള ആർജവം ആദ്യം കാട്ടിയിട്ടില്ല. ഇല്ല, നിമിഷ രാജുവിൻ്റെ അടുത്തൊക്കെ CPIക്കും ASFിനും കൃത്യമായ സ്റ്റാൻഡുണ്ട്, അതെല്ലാവർക്കും അറിയാം. അതിനെപ്പറ്റി CPIക്കും CPM-നും വ്യക്തതയുണ്ട്. അതുകൊണ്ടാണ് നിമിഷ രാജു CPIയും CPM ചെയ്തെന്ന് LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. ഇപ്പോൾ അത് ശരിയായിരിക്കും. പക്ഷേ പുതിയ വെളിപ്പെടുത്തൽ ആർഷയുടെ പാലക്കാടുണ്ടായിട്ടും ആർഷയെ പിന്തുണച്ച് ചില CPI നേതാക്കൾ വന്നിട്ടുണ്ട്. അത് നിങ്ങൾ ഇത്രയും വലിയൊരു കുറ്റകൃത്യം കാണിച്ചിട്ട് 10-ാം നാളിൽ ഒളിച്ചു നടക്കുന്ന ഒരാൾ, സ്ത്രീകളെ പീഡിപ്പിക്കുന്നത് അവകാശമായിട്ട് കാണുന്ന ഒരാൾ, അത് പറയുമ്പോഴത്തേക്കും നിങ്ങൾ എത്ര പെട്ടെന്നാണ് ഒരു ഉറുമ്പിനെ ഒരു ആനയെ കൂടെ താരതമ്യം ചെയ്തത്? രണ്ടും ഒരുപോലെയാണോ? ഇത് ഒരുപോലെയാണോ? ചെറുതുപോലെ വ്യത്യാസമുണ്ട്, വലിയ വ്യത്യാസമുണ്ട്. അല്ല, രാഹുൽ മാങ്കോട്ടുമായിട്ട് ഒരു കാരണവശാലും ആ പേര് പറയാൻ പാടില്ല ബന്ധപ്പെടുത്തിക്കൊണ്ട്, ഉറപ്പാണത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് ചോരി എന്നുള്ള ഒരു അലിഗേഷൻ ഉണ്ടായിരുന്നല്ലോ കാര്യമായിട്ട്. സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നിൽ ഒരു വലിയ ഇതുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള വോട്ടേഴ്സ് ലിസ്റ്റിലോ അതിലോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കംപ്ലൈന്റുകളോ അങ്ങനെ ക്ലാരിറ്റി ഉണ്ടോ? ഞങ്ങൾ ജാഗ്രത പാലിക്കുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ ഇലക്ട്രൽ സിസ്റ്റത്തിനകത്ത് ചോരിക്കുള്ള എല്ലാ സാധ്യതയുമുണ്ട്. വോട്ട് ചോരി ഇവിടെ മാത്രമല്ല ഉണ്ടായത്, ഇവിടുത്തെ ഫ്ലാറ്റിൽ മാത്രമല്ല ഉണ്ടായത്.
ബീഹാറിലുണ്ടായി ടു ദ ട്യൂൺ ഓഫ് 6.5 lakhs ഒറ്റ സംസ്ഥാനത്ത്. വോട്ടറുടെ വോട്ടവകാശത്തെ പറ്റിയുള്ള ചോദ്യം ഒരു വലിയ ഗൗരവമായ കാര്യമാണ്. വോട്ട് ചോരിയുണ്ട്. വോട്ട് ചോരിയുടെ ഭാഗമായിട്ട് തന്നെ EVM എന്ന് പറയപ്പെടുന്ന മെഷീനെ പറ്റി സംശയമുണ്ട്. ലോകത്തെ പല രാജ്യങ്ങളും തിരിച്ചു പോവുകയാണ് പേപ്പർ ബാലറ്റ്സ്. ഇതെല്ലാം ഇന്ത്യക്ക് പാഠമാണ്. പൗരൻ്റെ ജനാധിപത്യാവകാശത്തിൻ്റെ ഒരു മർമ്മസ്ഥാനമാണ് വോട്ട്. അവിടെ ഇതുപോലുള്ള കള്ളത്തരങ്ങൾക്ക് ഒരുപാട് പഴുതുണ്ട്. പണ്ടുകാലം മുതലേ പണം, കയ്യൂക്ക്, മതഭ്രാന്ത് ഇതെല്ലാം ഇലക്ട്രൽ സിസ്റ്റത്തെ വലിയ വശമാക്കുന്നുണ്ട്. ഇപ്പോൾ വോട്ടുകൾ ലക്ഷക്കണക്കിന് കാണാതെ പോവുകയാണ്. ഇപ്പോൾ വോട്ടുകളുടെ യന്ത്രം കള്ളത്തരം കാണിക്കുകയാണ്. അതുകൊണ്ട് ഇന്ത്യൻ ഡെമോക്രസിയുടെ ഭാവിയെ പറ്റിയുള്ള ആശങ്കകൾ വേണ്ടുവോളമുണ്ട്. ഞങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. തുത്തിരിയായില്ലേ? സന്തോഷം. നന്ദി പറയാൻ വേണ്ടി നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കൃഷ്ണകുമാരെ ക്ഷണിക്കുന്നു. Gracias.